ശ്ലേഷ്മാക്കിടാവേ ഇത് ഞാൻ തൊഴുന്നേൻ ആനന്ദമൂർത്തേഴകാൽ പുരാനെ. എപ്പോഴും മുമ്പിൽ തിരുമേനി കാണുവാൻ തക്കൊരു കണ്ണിനരുളിയിട് വേണം. ജഗന്നിവാസ കരുണാമരാനേ മുകുന്ദ ഭക്തപ്രിയ വാസുദേവ. ജഗന്നിവാസ കരുണാമരാനേ മുകുന്ദ ഭക്തപ്രിയ വാസുദേവ. വരുന്ന രോഗങ്ങൾ അകന്നു പോകാൻ വരം തരണേ ശ്രീ ഗുരുവായൂരപ്പ. എന്താ മോളുടെ പേര്? ഇന്ദു. ആരൊക്കെയാണെന്ന് മനസ്സിലായില്ല കേട്ടോ. ഒക്കെ മനസ്സിലായിക്കോളും. അയ്യോ ഒന്ന് പറയൂ. ഇവിടെ ആരും കൂട്ടില്ലാണ്ട് ഞാനങ്ങനെ വിമ്മിഷ്ടപ്പെട്ടിരിക്കുകയായിരുന്നു. ആരാവണം? അമ്മയാണെന്ന് കരുതിക്കോളൂ. അതെ മോളെ, മോളുടെ അമ്മ തന്നെയാ. ഇന്ദുവിനെന്നെ ഇഷ്ടായോ? പേരെന്താ? സീത. സീതാലക്ഷ്മി. നല്ല പേരാട്ടോ. ഇല്ലത്തൊരു ചെറിയമ്മ ഉണ്ടായിരുന്നു, സീതാലക്ഷ്മി എന്നായിരുന്നു പേര്. പക്ഷെ അതൊരു അസത്താ, എന്നെ കണ്ണിനേറെ കണ്ടൂടാതിന്. പക്ഷെ ഈ സീതാലക്ഷ്മിക്ക് ഇന്ദുവിനെ വലിയ ഇഷ്ടായി. മോൾക്ക് മുഖം കഴുകണ്ടേ? വരൂ. അയ്യോ, വായ പോലും കഴുകണ്ട വർത്താനം പറഞ്ഞോണ്ടിരുന്നത്. സംസാരവും രീതിയൊക്കെ കണ്ട കൊച്ചു കുട്ടികളുടെ മാതിരിയാ. ഒരു ഇല്ലത്ത് ജനിച്ചതല്ലേ, ആ ഒരു ഗുണം ഉണ്ടാവാണ്ടിരിക്കുമോ? അതും ഒരു തമ്പുരാട്ടിയില്. അല്ലാതെ ഒരു സാധാരണ സ്ത്രീയെ എത്ര സുന്ദരിയായാലും കുട്ടനൊരു തെറ്റ് പറ്റുന്നു തോന്നുന്നുണ്ടോ നാരായണ? ചായ കൊടുക്കുമോളെ. ഇന്നലെ രാത്രി എപ്പോഴാ വന്നത്? പോയത് ഇവരെയൊക്കെ കൂട്ടിക്കൊണ്ടുവരാനായിരുന്നോ? എങ്കിൽ ഞാനും വരുമായിരുന്നു കേട്ടോ. അതിനെന്താ, മോൾക്ക് ഇനിയും വരാലോ അല്ലേ കുട്ടേട്ടാ? അതെ അതെ. എന്തോ എവിടെയായി കുട്ടി? ഒന്ന് കണ്ട് കൊതി മാറാൻ കിട്ടുന്നില്ലല്ലോ. അയ്യോ, മുത്തശ്ശി വിളിക്കണു. ഞാൻ പോണു കേട്ടോ. നമ്മുടെ മോള് നല്ല സുന്ദരിയാണല്ലേ? അതെ അതെ. കുട്ടേട്ടന്റെ ചായയാണെന്നാ അച്ഛൻ പറയുന്നത്. എനിക്കത് തോന്നുന്നില്ല. അമ്മയെപ്പോലെയാകുമല്ലേ? അവളുടെ അമ്മ ഇത്ര സുന്ദരിയായിരുന്നോ? ആ, ഏതാണ്ടതൊക്കെ പോലെ. കുട്ടേട്ടാ, കുട്ടേട്ടൻ എന്തിനാ നെർവസ് ആവുന്നത്? എനിക്കതിൽ ഒട്ടും വിഷമമില്ല. ഇങ്ങനെയൊക്കെ ഉണ്ടായതില് ഇപ്പൊ ഞാൻ സന്തോഷിക്കുക. എന്തായിരുന്നു അവരുടെ പേര്? എന്റെ സീതേ, നീ ആ കഥകളൊക്കെ എന്നെ ഇനി ഓർമ്മിപ്പിക്കല്ലേ. മറന്നു കളഞ്ഞ കാര്യങ്ങൾ അതൊക്കെ. ഇന്നെന്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ. ഇനി ആ സ്ത്രീയെക്കുറിച്ചോ പഴയ കഥകളെ കുറിച്ചോ ഒന്നും നീ എന്നോട് ചോദിക്കരുത്. ആ നോട്ടവും ചിരിയും വർത്താനവും ഒക്കെ കുട്ടിനെ കൊത്തി വെച്ചിരിക്കുന്ന പോലെയാ അല്ലേ നാരായണ? നല്ല ചായ ഉണ്ട്. എന്റെ ഗോപാല, നിനക്കെങ്കിലും എന്നോടൊന്ന് സൂചിപ്പിക്കായിരുന്നില്ലേ? എങ്കിൽ എന്റെ കുട്ടി ഹോസ്റ്റലിൽ വളരേണ്ട വല്ല കാര്യമുണ്ടോ? മോള് അച്ഛന്റെ തറവാട്ടിലേക്ക് പോരുന്നുണ്ടോ? എനിക്ക് അച്ഛനും അമ്മയും ഇല്ല. എന്റെ ഈശ്വര, എന്റെ കുഞ്ഞാരില്ലാത്തവരെ പോലെയാണല്ലോ വളർന്നത്. ഈ കുട്ടൻ ഇത്ര ദുഷ്ടനായി പോയല്ലോ. അച്ഛനാണെന്ന് പറഞ്ഞാൽ എന്താ, ആകാശം ഇടിഞ്ഞു വീഴുവോ? മോക്ക് അച്ഛനുണ്ട്, അമ്മയുണ്ട്. അച്ഛന്റെ വീട്ടിലാ മോളിപ്പോ ഇരിക്കുന്നത്. മോളുടെ അച്ഛമ്മയാണ് ഞാൻ. എന്റെ കുട്ടന്റെ മോളാ നീ. സത്യാണോ ഈ പറഞ്ഞത്? അതെ മോളെ, പ്രസവിച്ചില്ലെങ്കിലും മോളുടെ അമ്മയാണ് ഈ നിൽക്കുന്നത്. സത്യാണോ? അതെ മോളെ. അമ്മേന്നൊന്ന് വിളിച്ചേ.
അമ്മയെന്നൊന്ന് വിളിക്കുമോളെ. അമ്മേ അമ്മേ യെസ്, വിഷ്ണു സ്പീക്കിംഗ്. ആ ഞാനാ തോമസ് ചാക്കോ. ഇപ്പൊ എത്തിയേ ഉള്ളൂ. പിന്നെ എങ്ങനെയുണ്ട് കാര്യങ്ങള്? കാര്യങ്ങള് അത് പിന്നെ ഞാൻ നേരിട്ട് പറയാം. താനെന്താ ഉരുളുന്നേ? ആഴ്ച ഒന്ന് കഴിഞ്ഞു, നീ എന്റെ ഊഴവാ. ഞാൻ എപ്പോഴാ വരണ്ടേ? ഞാൻ വിളിക്കാം. ആരാ? എന്റെ ഒരു ഫ്രണ്ടാ. ഞാനിന്ന് വീട്ടിലേക്ക് പോട്ടെ? ആ അത് നന്നായി. അല്ല പിന്നെ സീതേ, നീ പോകുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. വീട്ടിലാരും ഇല്ലാത്തതുകൊണ്ട് എങ്ങനെയാ പോണ്ടെന്ന് പറയാ. എന്തിനു നിങ്ങൾ വിളിച്ചോണ്ട് പോവാ? ഏ എങ്ങോട്ട്? നമ്മുടെ വീട്ടിലേക്ക്. അയ്യോ അതെന്തിനാ? അവളെ പിരിഞ്ഞു നിൽക്കാൻ എനിക്ക് പറ്റണില്ല കുട്ടേട്ടാ. സീത അവിടെ പഠിപ്പ് കളയാൻ പറ്റുമോ? കോളേജ് ഉടനെ തുറക്കില്ലേ? അവളെ പഠിപ്പ് അങ്ങ് പൊയ്ക്കോട്ടെ. അവള് പഠിച്ച് ജോലി ചെയ്തിട്ട് വേണ്ട ഇവിടെ കുടുംബം പുലർത്താൻ. അതല്ല, നിർബന്ധമാണെങ്കിൽ നാട്ടിലുണ്ട് നല്ല കോളേജ്. അതൊക്കെ അടുത്ത കൊല്ലം ആവമ്മേ. ഇക്കൊല്ലം ഇവിടെ അങ്ങ് അവള് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഇക്കൊല്ലം ഇനി അവള് കോളേജിൽ പോകുന്നില്ല. 10-12 കൊല്ലം പൂജയും പ്രാർത്ഥനയും ചെയ്തതിന്റെ ഫലം ഇപ്പോഴാ കിട്ടിയത്. എന്റെ കാര്യം പോട്ടെ, ഇവൾക്കല്ലേ ആഗ്രഹങ്ങള്. ഇനി മോള് ഇവളുടെ കൂടെ വളർന്നാ മതി. അമ്മേ അതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ. നീ ഒന്നും പറയണ്ട. മോളുടെ കാര്യങ്ങൾ ഇനി നീ മാത്രം തീരുമാനിച്ചാ പോരാ, അതിന് ഞങ്ങൾക്കും ഉണ്ട് അവകാശം. ആ എനിക്കെന്താ അവകാശം? അതല്ല, നിനക്ക് അവളെ പിരിയാൻ പറ്റില്ലെങ്കിൽ നീ ഞങ്ങളുടെ കൂടെ പോരെ. അപ്പൊ എസ്റ്റേറ്റിലെ കാര്യങ്ങളൊക്കെ ആര് നോക്കും അമ്മേ? മോളെ കാണാൻ വേണ്ടി മാത്രമല്ലേ നീ മലമുകളിൽ വന്ന് കിടന്ന് കഷ്ടപ്പെടുന്നത്. ഇനിയിപ്പോ അത് വേണ്ട, നീ ഞങ്ങളുടെ കൂടെ പോര്. ആ, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങോട്ട് വന്നാ മതി, അല്ലെങ്കിൽ അങ്ങ് വിറ്റുകളാ. അമ്മ എന്തറിഞ്ഞിട്ടാ ഈ പറയുന്നത്? അതൊന്നും ശരിയാവില്ല. ഞാൻ പറയുന്നത് അനുസരിച്ചാ മതി. നമുക്ക് പോവാൻ കുട്ടേട്ടാ. ഇനിയെങ്കിലും നമ്മുടെ മോള് അച്ഛന്റെ അമ്മയുടെ സ്നേഹം കിട്ടി വളരട്ടെ. സീതേ, നീ എന്തോന്ന് അവന്റെ അടുത്ത് കിന്നാരം പറഞ്ഞോണ്ടിരിക്കുന്നത്? നീ ചെന്ന് അവന്റെ പെട്ടിയിൽ സാധനങ്ങളൊക്കെ എടുത്തു വെക്ക്. ചെല്ലേ. എടാ, ഇനിയെങ്കിലും മീശയും കറുപ്പിച്ച് പിള്ളേരെ കളിച്ച് നടക്കാതെ മാനം മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്ക്. പ്രായമായ ഒരു പെൺകുട്ടിയുടെ അച്ഛനാണ് നീ, അത് മറക്കണ്ട.